അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ കല്യാണ വിശേഷങ്ങളും കൂടി ഒന്ന് കാണാം. നമ്മുടെ ജാവേദിൻ്റെ വിവാഹമാണ്. ഇന്നലെ നമ്മൾ മൈലാഞ്ചിയുടെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടില്ലാത്ത ഒരു ചടങ്ങുകളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വിവാഹ വിശേഷങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതാ ഇന്ന് നമ്മുടെ ജാവേദിൻ്റെ വിവാഹ ദിവസമാണ്. ഞങ്ങൾ നല്ല ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ നോക്കൂ. അപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. കുട്ടികളെ മുല്ലപ്പൂ വെച്ച് തലയിലിട്ട് കഴിയുമ്പോ അതങ്ങ് മറയും. പണ്ടൊന്നും തലയിലത് വിടത്തില്ലല്ലോ. അന്നേരം തല നിറച്ച് മുല്ലപ്പൂവൊക്കെ ഇട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കുറെ ഇട്ട് ഞാത്തിയൊക്കെ ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ ഇപ്പൊ അത് പറ്റാത്തത് കൊണ്ട് വേണ്ടതേ. സത്യമായിട്ട് ഞാൻ തലയിലൊന്നും ഇടാത്ത ഒരാളായിരുന്നു കേട്ടോ. ശരിക്കും ഫാഷനായിട്ട് ഡ്രസ്സും ആഭരണങ്ങളും പൂവും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. വേറെ ഡ്രസ്സ് കൊണ്ടുവന്നത് അപ്പോൾ അവർക്ക് ആ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് കാഞ്ചീപുരം അല്ലേ, ഇതിട്ടാ മതി. അപ്പൊ പിന്നെ ഞാനിത് തന്നെ കിട്ട്. പപ്പ തേണ്ട, പപ്പാക്കുട്ടൻ തേണ്ട, ചിക്കപ്പൻ വണ്ടി ഓടിക്കുവാന്. അപ്പൊ ഞങ്ങൾ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ട് വരാം. അവിടുത്തെ ഇനി ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല നമുക്ക്. പിന്നെ കാണാം. പോയിട്ട് വരട്ടെ. അപ്പൊ ഐഷ മഹാളിലാണ് ഇന്നത്തെ ചടങ്ങ്. ഇന്നലെ പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, മൈലാഞ്ചിയൊക്കെ ഇന്നലെ ആ ഒരു കുറ്റി മതി, ആ ഒരു ബമ്പർ മനസ്സിലായോ? അതിലങ്ങ് ഇരിക്കും വണ്ടി. ആ ഒരു കുറ്റി മതി, എത്ര കട്ടിക്കുറവായി. ഞാനിങ്ങനെ ഈ കമ്മൽ ഇടാറില്ല, അതാണ്ടത് ഇതിന്റെ സെറ്റാ. ഇന്നലെ രാത്രി കണ്ട സംഭവമാണ് ഇത്. കണ്ട, നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്പർ 1, 2, 3 രാത്രിയിലാണ് കാണാൻ രസം, ഭംഗി. രണ്ടിടത്തും കല്യാണമോ. അവിടെ ഒരു വിവാഹമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ നമ്മുടെ ജാവേദിൻ്റെ. അപ്പോൾ ആ പെണ്ണ് വരുന്നുണ്ട്. അതാണ് പെണ്ണ്. പപ്പായും ചിക്കു നമ്മുടെ ജാവേദിന്റെ ബ്രദറാണ്. ഇത് ബന്ധു അല്ലേ? നിങ്ങൾ ബന്ധുക്കളാ? ഓക്കെ. മൊത്തട്ട് വെക്ക്. ഫോട്ടോ എടുത്തോളാം. പുതിയാപ്പളതാ വന്നു. കൊച്ചാപ്പ മക്കളെല്ലാം ഒരേപോലെ നിരന്ന് നിന്നേ. ജാവേദിന്റെ കൊച്ചാപ്പാടെ മക്കളും അവരൊക്കെയാണ് കേട്ടോ. പപ്പ ഇവരെല്ലാം ഇരുപണ്ട് സദസ്. നമ്മുടെ ജാവേദ് തോന്നിരിക്കുന്നു. ജാവേദ് ജാവേദിന്റെ വാപ്പയാണിത്. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേരുതാ, ജാവേദിന്റെ വാപ്പ. അവര് സംഘം എല്ലാം നല്ല രസമുണ്ടല്ലേ ഈ ഡ്രസ്സിൽ എല്ലാരെയും കാണാൻ. സൂപ്പറായിട്ടുണ്ട് എല്ലാവരും.
അപ്പൊ നിന്നെ എടുത്തില്ലേ, അത് ശരിയാവത്തില്ലല്ലോ. ஜாய்வி மியாண்டர் பிஇ, தகப்பனார் பெயர் ஜனாப் அப்துல் நாசர், மணமகன் பெயர் ஹபீபி எம்எஸ்சி, தகப்பனார் பெயர் ஹபீப் ரஹ்மான் ஆகியோரது இந்த திருமண நிக்கா காரியத்திற்கு மணமகளின் தகப்பனார் ஒலியாக இருக்க இந்த நிக்கா காரியத்தின் மணமகனின் சாட்சியாக டாக்டர் ஏ பீர் முகமது சன்னாப் ஹாஜி ஏ அப்துல் கலீல் ராவுத்தர், மணமகள் சாட்சியாக சயீத் காதர் சன்னாப் சயீத் ஹுசேன் ஆகியோர் சாட்சியாக. ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. 40 கிராம் தங்கம் மகனுக்கு 2 சாட்சிகள் முன்னிலையில், ஜமாத்தார் முன்னிலையில் உங்களுக்கு நிக்கா செய்து கொடுத்துவிட்டேன். இந்த நிக்காவை ஏற்றுக்கொண்டீர்களா? கபூல் செய்தீர்களா? ஒப்புக்கொண்டீர்களா? அல்ஹம்துலில்லாஹ், இந்த நிக்காவை மனப்பூர்வமாக நான் சம்மதித்தேன், ஏற்றுக்கொண்டேன், கபூல் செய்தேன். அல்ஹம்துலில்லாஹ். الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الله بسم الله الرحمن الرحيم. എനിക്കിവിടെ എൻ്റെ ഒരു കൂടപ്പറപ്പുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷിഫാൻ. എനിക്ക് എൻ്റെ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് നോക്കിയാൽ കാണാം, ഷിഫയുടെ ഒരൊറ്റ കമൻറ്റ് ഇല്ലാത്ത ഒരു വീഡിയോയും കാണാറില്ല. അവൾ എന്നെ കാണാൻ, ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും ഇതുപോലെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തമ്മി കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. മക്കൾ 2 പേരും അവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടപ്പറപ്പാട് കേട്ടോ. എന്നെ എപ്പോഴും വിളിക്കുകയും ചെയ്യും, എൻ്റെ എല്ലാ വീഡിയോയും കാണും, എത്ര സമയമില്ലെങ്കിലും കാണും, അതിന് കമൻ്റ് ഇടുകയും ചെയ്യും. ഒരു ആത്മബന്ധമാണ് ഞാനും അവളും തമ്മിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് അവരെന്നെ തിരക്കി. പിന്നെ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്, കോയമ്പത്തൂർ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ കാണാതെ പോലെ മോനെ സുന്നത്ത് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് അവിടുന്ന് ഓടി വരുവാ എന്നെ കാണാനായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാഹ്. അപ്പൊ കണ്ട, ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ ഓടി വന്ന് പരിചയപ്പെടണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെയല്ലേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. കുറേ എന്ത് പണവും പ്രതാപവും ഇതെല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ ഈ സ്നേഹബന്ധമല്ലേ നമ്മൾ എവിടെ കിടക്കുന്നവർ തമ്മി ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പം 3 വർഷമോ 4 വർഷമായി ഞങ്ങൾ തമ്മി പരിചയപ്പെട്ടിട്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി ഞങ്ങൾക്ക് തമ്മി നേരിട്ട് കാണാൻ ഇപ്പോഴാണ് പറ്റിയത്. ഒത്തിരി സന്തോഷടാ. നിക്കാഹൊക്കെ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല കേട്ടോ, വ്യത്യസ്തമാണ്. ഇവിടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കനും പെണ്ണിനെ കണ്ടില്ല. ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ. അത് പെങ്ങളാ, ജാവേദിന്റെ പെങ്ങളാണ്. ഇപ്പുറത്താ ഇത് പെങ്ങളാണ്. ജാവേദിന്റെ പെങ്ങളും വാപ്പാടുമ്മായും ഉമ്മാടുമ്മായും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് പെണ്ണിന്. താലിമാലയാണ് ഇത്. ഏതാ താലി? താലി. അത് താലി ഇന്നലെ നമ്മൾ മൈലാഞ്ചി കിട്ടത്. ഓക്കെ. ഞങ്ങളുടെ പയ്യൻ.
നമ്മുടെ ഷിഫാൻ എന്നെ കാണാൻ പുറത്ത് വന്ന സമയത്താണ് ഇവിടെ താലികെട്ട് ചടങ്ങുകൾ ബാക്കി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഷിഫയെ എത്രയോ വർഷങ്ങൾ കൊണ്ട് അവൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. അത് ഇന്നങ്ങ് സാധിച്ചു. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇവർ ഈ തമിഴ്നാട്ടുകാരുടെ മുതിർന്നവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടതാണ്. പെണ്ണും ചെറുക്കനും സ്റ്റേജ് വിട്ടു താഴെ വന്നിട്ട് വയസ്സ് ചെയ്യുന്നവർക്ക് മുകളിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അതിന് അവരുടെ കൂടെ നിന്ന് അവരെ പരിചയപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഞാൻ സുലുവിന് വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ, പറഞ്ഞെന്നെ വിളിച്ചു ഉമ്മീടാ. സുഹൈലിക്കാക്ക് അയച്ചു കൊടുക്കണേന്ന് ജാവേദ് പറയുന്നു കേട്ടോ. അവര് പെങ്ങളും ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ, നമ്മുടെ കൂട്ടൊന്നുമല്ല. പെങ്ങളും ഹസ്ബൻഡും ആണത്. വാച്ച് കെട്ടി. ഇനി പെങ്ങള് കണ്ട പുതിയ പെണ്ണിന് വാച്ച് കെട്ടുന്നത്. വാച്ചാണോ ചെയിനാണോ കണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ, വ്യത്യസ്തമായ ചടങ്ങുകളെ. അപ്പൊ തമിഴ് കല്യാണം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോളൂ, അടിപൊളിയല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. നമ്മുടെ നാട്ടിലെ വിവാഹത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ഇതിപ്പോ പെങ്ങളേതാന്ന് തിരിച്ചറിയുന്നില്ല അല്ലേ? ഇവിടെ ഇങ്ങനെയാണ് ബൈ. പിന്നെയും ചെയിന് പെങ്ങളുടെ കണക്ക് ചെയിൻ ഇടുകയാണേ. എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ മക്കളെയാണ് ഓർമ്മ വന്നത്. കാരണം എൻ്റെ മകനും മരുമകനും ഒരേ പ്രായം. എൻ്റെ മോളും മരുമകളെന്ന് പറയാൻ പറ്റത്തില്ല, അതും എൻ്റെ മോള് തന്നെ. എൻ്റെ മോളും അവർ രണ്ടുപേരും ഒരേ പ്രായം. രണ്ടുപേരും സമപ്രായക്കാരായതുകൊണ്ട് തന്നെയും വിവാഹം തന്നെ 20 ദിവസത്തെ വ്യത്യാസത്തിലായിരുന്നു അവരുടെ രണ്ടുപേരുടെയും. അപ്പോൾ ഇന്നും പടച്ചവനെ മരണം വരെയും സന്തോഷമായിട്ട് ഒന്നുപോലെയാണ് അവർ ജീവിക്കുന്നത്. ഇവർക്കും അതേപോലെ റബ്ബ് മരണം വരെയും ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു ഇടയാക്കട്ടെ. സന്തോഷമാണിത്. അവർ ഒത്തൊരുമയല്ലേ നമുക്ക് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഇവിടെ നിന്നും കടക്കാനുള്ള പ്ലാനാണ്. പക്ഷേ അവരുടെ ഉമ്മായും പിന്നെ അതുപോലെ തന്നെ ജാവേദും സമ്മതിക്കുന്നില്ല. നാളെ ഫംഗ്ഷനാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ ചിക്കുവിന് എറണാകുളത്ത് അവൻ ജോലിയാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അവന് ഒഴിവാക്കാൻ പറ്റത്തില്ല, അവന് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സൗദിയിലായിരിക്കുന്ന സമയത്തായിരുന്നു ജാവേദിന് ഈ പെൺകുട്ടിയെ അവരുടെ ഉമ്മ നോക്കുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നു, വീഡിയോ കോൾ വഴി ഞങ്ങൾ കാണുകയെടുക്കുകയൊക്കെ. അത്രയ്ക്ക് സ്നേഹവും അതുപോലുള്ളൊരു അടുപ്പവുമാണ് ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് കേട്ടോ. എൻ്റെ മോൻ്റെ പ്രിയപ്പെട്ട അനുജനോ കൂട്ടുകാരനോ എന്താണെന്ന് പറയാനൊക്കില്ല, അതുപോലെയാണ് ജാവേദ് എൻ്റെ മോനുമായിട്ട്. അവിടെ വരണം കേട്ടോ, കേട്ടോ മോളെ, വരണേ രണ്ടുപേരും. ഫുഡ് കഴിക്കാൻ വന്നിടത്തെ തിരക്ക് കണ്ടോ? ഭയങ്കര ക്രൗഡാ കേട്ടോ, ഭയങ്കര.
കണ്ട കഴിക്കാൻ അതിന്റെ 2 സൈഡിലും ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ വന്ന് നിൽക്കുന്നവരാണ്. ഇവിടെ വെറും ചോറാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ തോരനും അച്ചാറും അവിയലും ഒക്കെ ആയിട്ടുള്ള നാടൻ ഊണാണ് ഇവിടെ. അപ്പുറത്ത് ബിരിയാണിയാണ്, തമിഴ് ബിരിയാണി. അപ്പോൾ എന്തായാലും അത് ചിക്കു അത് ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാനെന്തായാലും ഞങ്ങൾക്കത് പറ്റത്തില്ല. നമ്മുടെ കറികൾ പോലെ തന്നെ കണ്ട നമുക്ക് പൊന്നിയരിയുടെ എന്ന് തോന്നുന്നു ചോറല്ലേ. പൊന്നിയരിയാണോ ഇത്? കണ്ടതാ കണ്ട. പൊന്നിയരിയുടെ ചോറ്, നമ്മുടെ ചീരയും തോമരയും കൂടി ഇട്ടിട്ട് ഒരു കറിയാണേ. ഇത് അവരുടെ അവിയലാണ്, ഇത് തോരന്. അതിലെല്ലാം നമ്മുടെ ഈ പൊട്ടുക്കടലയുണ്ടല്ലോ, അതുണ്ട് സംഭവം. അച്ചാറ് ഇത് കണ്ടോ സംഭവം. സാമ്പാർ ഒഴിച്ചേ. അപ്പൊ അതാ ഇത് കണ്ടോ, ഇത് പടയാണ്. ഇതിന്റെ ഒപ്പം കഴിക്കാനുള്ളതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ സദ്യയിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയുണ്ട് കേട്ടോ. അപ്പൊ അതാണ്ട ഞാൻ നമ്മുടെ സാമ്പാർ പൊന്നിയേരിക്കകത്തോട്ട് ചോറിൻ്റെ അകത്തോട്ട് സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചിട്ടാ ഒന്ന് പെരട്ടി അങ്ങോട്ട് കഴിക്കുവാണേ. നമ്മളെ നാട്ടിലെ സാമ്പാറിന്റെ അതേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. സാമ്പാറെല്ലാം ഒന്ന് തന്നെ. നോക്കട്ടെ, ഇതാ ചീരയും പരിപ്പും കൂടി ഒരു കറിയാണ് കേട്ടോ. കൊള്ളാം. തവിയല് മാങ്ങ ഒക്കെ ശരിക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പപ്പടം. അപ്പം ഇനിയുണ്ട്, ഇനി രസമുണ്ട്, മോരുണ്ട്. ഇതെന്തോ സംഭവം? പായസോ? പരിപ്പ് പായസമോ? പാസിപ്പരിപ്പ് പായസം. പാസിപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. പാസിപ്പരിപ്പ് പായസം കണ്ടാ, നമ്മള് സദ്യ കഴിക്കുകയാണ് കേട്ടോ. അതാണുള്ള വെറ്റ പാക്ക് ഇത് കഴിഞ്ഞിട്ട് ചേട്ടാ ഞാൻ മേടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടതാ. ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് പാക്കും സാധനമൊക്കെ ഉണ്ട് കേട്ടോ. മധുരമുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടതാ. കാണിച്ചു കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ മടക്കി തരും. കൊള്ളാല്ലേ? ഐസ്ക്രീം കഴിക്കട്ടെ, എന്നിട്ട് അവർ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ചിലതിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്, ചിലത് ഒന്നാണ്. മധുരമുള്ള അവനോ മരരോ ഏതെങ്കിലും ഉണ്ട് കേട്ടോ. ജീരകമിഠായി മോനെ ഒന്ന് നീങ്ങിക്കോ. ജീരകമിഠായി ഇല്ലേ, ജീരകമിഠായി അതുപോലെ ശരിക്കും സ്വീറ്റാണ് സംഭവം. നേരെ നിന്നൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അല്ലേ, അതൊക്കെ മധുരമുള്ള എന്തൊക്കെയോ തേങ്ങയാണ് കേട്ടോ. അത് തേങ്ങ മധുരമൊക്കെ വെച്ചിട്ടുള്ള. അടുത്തത് അതിന്റെ പുറത്ത് പാക്കാണ്, ആ നൈസായിട്ട് പാക്ക്. പിന്നെ വേറെ എന്തോ ഒരു മസാല അതിൻ്റെ അകത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. ചാട്ട് മസാലയാണോ അത്? ഇതെന്തോ സംഭവം? നല്ല മണമുണ്ട് കേട്ടോ. നമ്മൾ ഈ സുഗന്ധ പാക്കൊക്കെ എടുക്കത്തില്ലേ, ആ ഒരു. എന്റെ അമ്മോ, എന്നെ കൊന്ന്, ഞാൻ പോട്ടെ. ആ വെറ്റില എടുക്കുന്നിടത്ത് തിരക്ക് കണ്ടോ? എന്റെ പൊന്നെ, അവിടെ നിന്നൊന്ന് വീഡിയോ എടുക്കാൻ പോലും ആൾക്കാർ സമ്മതിക്കുന്ന അതുപോലെ തിരക്കാണേ. അതുപോലെ തിരക്കാണ്ടോ? ഇത് ചവച്ചിറക്കുവോ അതോ തുപ്പുവോ? തുപ്പക്കൂടാതെ കഴിക്കാവുന്നതാ. എന്റെ പൊന്നെ, പിള്ളേരൊന്നും സമ്മതിക്കത്തില്ല കേട്ടതേ. കണ്ടോ, അങ്ങോട്ട് വെച്ചതുള്ള മിനിറ്റുകൾക്കൊക്കെ അത് തീർന്ന്. ഇത് ചവച്ച് തുപ്പിക്കളയുന്നതാണോ അതോ കഴിക്കുവോ? ഒന്നും ആവില്ല.
എന്നിട്ട് ഇവിടെ പിള്ളേരെ കളിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേരെ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നവരെ കൊച്ചു പിള്ളേർ വേണം വെച്ചോളുമല്ലോ, അപ്പോൾ വാങ്ങിച്ചു കൊടുത്തോളുമല്ലോ കേട്ടോ. ഇവിടെ അതും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു ലൈബ്രറി പോലെ അതും നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ടാറ്റ പറയും. ഇവനൊരു കൊച്ചു വില്ലനാ, എനിക്ക് വീഡിയോ എടുക്കാൻ അവൻ അനുവദിച്ചില്ല. അതെ, അല്ല ഇവൻ എനിക്ക് വീഡിയോ എടുക്കുന്നിടത്ത് ഇങ്ങോട്ട് ഇപ്പുറത്ത് നിന്നേ ആ വെറ്റ മേടിച്ചോണ്ട് പോയിട്ട് നീ കഴിച്ചോ? പേരെന്താ? പേരെന്നാ? അഹമ്മദ് ഹുസൈൻ. ഓ നീ വില്ലനാ, വില്ലൻ. വീഡിയോയിൽ വരും കേട്ടാ. നമ്മള് ഐഷാമാളിനോട് വിട പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് കുട്ടികളെ, നാട്ടിലേക്ക് പോവുകയാണ്. ഊണുമൊക്കെ കഴിച്ചു. അയ്യോ ആ മുറുക്കാൻ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കേട്ടോ. പക്ഷെ അവിടെ അടികൂടി പിള്ളേര് സഹിതം കഴിക്കുന്നുണ്ട്. എനിക്കത് വായിലോട്ട് വെച്ചിട്ട് ഞാൻ ഓടിക്കൊണ്ടേ തുപ്പിക്കളഞ്ഞു. വയറ്റിൽ പോയ ആ പൊന്നിയേരിയും ചോറും എല്ലാം കൂടെ, പൊന്നിയേരിയുടെ ചോറും സംഭവം എല്ലാം കൂടെ പോകുമെന്ന് വിചാരിച്ച് അതുപോലെ ഛർദ്ദിക്കാൻ വന്നു. പിന്നെതാ ഞങ്ങൾ തിരക്കിലേക്ക് കയറുകയാണ്. കോയമ്പത്തൂര് നിന്നും യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ വേണ്ട ഇത് കണ്ട 4 കിലോ 200 രൂപ നല്ല മണ്ടൻ ചോറ്, ചെറിയ ഉള്ളി കണ്ട. ഇത് 5 കിലോ 200. പിന്നെ 10 കിലോ 200 രൂപ നല്ല വലിപ്പമുള്ള നല്ല 1 തരം സവോള കണ്ട. പിന്നെ അടിപൊളി, എന്തായാലും മേടിക്കുക. അത് 4 കിലോ 200 രൂപ. ഇത് 5 കിലോ 200 രൂപ. 10 കിലോ സവോള, ഇത് 4 കിലോ വാങ്ങിച്ചു. ഇനി നമുക്ക് കുറച്ച് ഇതാ നല്ല, ഇതാ ഗുണമുള്ളത്. ചെറുതിന് എനിക്കിത് മതി. ഒളിച്ചെടുക്കാൻ എളുപ്പം, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ഇതാ. പക്ഷെ മണവും രുചി ഇതിനാ. ഇത് 1 കിലോ 120 രൂപ കേട്ടോ. അത് 200 അല്ലേ. തക്കാളിയൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടോ. അല്ല ഇവിടെ പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് നമ്മളിങ്ങനെ പോകും. ആ വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ചെറിയ ഉള്ളി മേടിക്കണം. നമ്മൾ മധുര പോയപ്പോൾ വാങ്ങിച്ചില്ലേ, അത് തന്നെ. പക്ഷെ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിനേക്കാൾ നല്ല ലാഭമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട് തൊട്ടടുത്തൊരു കാറ് വന്ന് നിന്നു. പപ്പയെ കണ്ടിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ വളരെ നാൾ കൊണ്ടുള്ള ഒരു കസ്റ്റമറാണ്. മുഫീദ, അവരുടെ കുടുംബം എല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ ആളുകളെല്ലാം വന്ന് പപ്പായെയും എന്നെയൊക്കെ പരിചയപ്പെട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വരുന്ന വഴിക്ക് പനന്നൊങ്ക് കണ്ടു, അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്ര ചെയ്യുകയാണ്. 100 രൂപയാണിത്. 5-6 ഉണ്ട് കേട്ടോ. ഞാനൊരെണ്ണം പൊളിച്ച് വായാലും കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടം അത്. എനിക്കിത് കാണുമ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ ഓർമ്മ. കുഞ്ഞുനാളിൽ ഞങ്ങളെ തമിഴ്നാട്ടിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തെ പാപ്പ വരുമ്പോൾ ഇതുപോലെ കൊണ്ടുവരും. ഇത് പൊളിക്കാതെ കൊണ്ടുവരും മോനെ. നമ്മുടെ ഇഷ്ടമുള്ള സംഭവമാണ്. പനന്നൊങ്കാണ് ഇത് കേട്ടോ. താറാണോ പോന്നേ? പിടിക്കാനും തട്ടയിലൊക്കെ വണ്ടിയല്ല. അകത്ത് റോൾ ഗേജ് ഉൾപ്പെടെ വരുന്നുണ്ട്. 2 എണ്ണം കൂടെ ചായ കുടിക്കുക. പാച്ചും ഗോപാലനും ചായ കുടിക്കുന്ന കണ്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ അകത്ത് 7up ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ കഴിക്കത്തില്ലേ. ചിക്കൊരു താടം വരുന്നത്. എഞ്ചിനീയറാ നിൽക്കുന്നത് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ ഒപ്പം വന്ന, നാളെ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നത്. അല്ലെങ്കിൽ നാളത്തെ റിസപ്ഷനും കഴിഞ്ഞേ അവർ വിടത്തുള്ളൂ. ഞാൻ പറഞ്ഞു ചെറുക്കന് എറണാകുളത്ത് അവന് ജോലിയുള്ളതാണ്. അപ്പോൾ പിന്നെ അവന് സൗദിക്ക് വന്നിക്കുക. ഞങ്ങളുടെ തട്ടൊക്കെ ഇനിയിപ്പോൾ ഇവന് റിയാദിന് മിക്കവാറും ഉള്ള വേണ്ടി വെക്കുന്ന ഉടനെ തന്നെ വരും. രസമുണ്ട് നോക്കിക്കേ. ആലത്തൂരായത് കേട്ടോ, ആലത്തൂർ.
നമ്മുടെ പാലക്കാട് ആലത്തൂരാണ് ഇത് കേട്ടോ. അടിപൊളി പാടം പാടവും പശുക്കളും. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ തണ്ട കുതിരാൻ തുരങ്കത്തിൽ കൂടി തിരിച്ചതാ പോകുന്നു. ഇതവനെ എന്റെ അകത്ത് കുതിരാൻ തുരങ്കം. നമ്മളിത് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് കുട്ടികളെ. യാഹൂ യാഹൂ യാഹൂ. നല്ല വെട്ടത്തിലേക്ക് വന്നു കണ്ട. അവളും കണ്ടു അവനും കണ്ടു. അത് സത്യമായി. വാഴയും കവുങ്ങും തെങ്ങും തോപ്പുമാണ്. അത് കണ്ടോ, ഇത് രസമുണ്ട്. നോക്കിക്കേ, അങ്ങോട്ട് കണ്ണെത്താ ദൂരം ഒന്നടവിട്ട് തെങ്ങുകളും, ഒരു നേരെ തെങ്ങ് ഒരു നേരെ കവുങ്ങ്, പിന്നെ താഴെ വാഴ, അങ്ങനെയാണ് കണ്ടോ. പ്ലേ ഹൗസ്. നാനാ പാലം. രണ്ട് പാലം. നമ്മൾ അടുത്ത നാനാ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. നാനാ പാലം. തിരക്ക് എന്റെ പൊന്നോ. എറണാകുളോ ലുലുവിന്നിറങ്ങുന്ന ആളുകളും തിരക്കും. ജയലക്ഷ്മിയാണ്. നമ്മുടെ ജയലക്ഷ്മി എന്തോരം വന്ന് സാധനം വഹിച്ചിട്ടുള്ള. ഇപ്പൊ പുതിയത് ഇവിടെ ഇപ്പോഴാണ്ട് ഇങ്ങോട്ട് മാറ്റിയതാ അല്ലേ മോനെ? അവിടെ ഉണ്ടാ. അതിന് ഞാൻ എന്തുമാത്രം ജയലക്ഷ്മിയിൽ സാരിയൊക്കെ എടുത്തിട്ടുള്ളതാ. അല്ലേ? സ്വന്തമോ ബന്ധമോ ഒന്നുമല്ലെങ്കിലും കുറഞ്ഞ കാലയളവ് കൊണ്ടുള്ള സ്നേഹബന്ധം, ആ ബന്ധമാണ് എന്നും നിലനിൽക്കുന്ന ബന്ധം. അവരുടെ ആ വിവാഹത്തിന് ക്ഷണിച്ച ആ ക്ഷണം കേട്ടാൽ നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പോയി പോകും. അതുമാതിരിയാണ് അവരുടെ നമ്മളെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോയത്. ചിക്കൻ റോസ്റ്റ് അങ്ങോട്ട് എടുത്ത് കഴിക്കൂ കുട്ടികളെ. കഴി മോനെ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയെത്തി. ഫുഡുമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി 12:30 കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദീർഘമായ യാത്രയായിരുന്നു. പക്ഷേ അറിഞ്ഞില്ല സത്യം. തമാശയും ചിരിയും ബഹളവും പാട്ടും ഒക്കെ ആയിട്ട് പോയതുകൊണ്ട് നമ്മൾ അറിഞ്ഞതേ ഇല്ല. വീട്ടിലെത്തി. കണ്ട, പിന്നെ 10 കിലോ സവോള കണ്ട, 5 10 കിലോ ചെറിയ ഉള്ളി, 5 കിലോ നമ്മുടെ തക്കാളി, ഓരോ കിലോ വീതം 2 സെറ്റും മേടിച്ച് 120 മേടിച്ച് 120ഉം 200ഉം കണ്ട. ഓർക്കത് പോലും ഇല്ല. എല്ലാം കൂടെ 1100 1200 കണ്ടായി. അതെല്ലാം സവോളയോ കണ്ടോ. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നല്ല എന്തോ എൻ്റെ പൊന്നേ മുത്തുമണി പോലത്തെ ചെറിയ ഉള്ളി. നമുക്ക് ഉരിച്ചെടുക്കാൻ എളുപ്പമാണ് കണ്ടോ. അതുപോലെ എല്ലാം ഒന്നിനും മെച്ചം. അപ്പോൾ നമ്മുടെ ഉമ്മക്കുട്ടിയെ കൊണ്ട് കുറേ ഉരിപ്പിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ 1 മാസത്തെ ജോലി. പിന്നെ നമുക്ക് ഇത് കുറച്ച് നമുക്ക് എന്താ പറയുന്നത്, തക്കാളി വെച്ചിട്ട് സോസൊക്കെ ഉണ്ടാക്കാം. 100 രൂപയല്ലേ ഉള്ളൂ. അത് നമുക്ക് കുറച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.